ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനം വരാനിരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൻ്റെയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൻ്റെയും അതുപോലെ കട്ടിളപ്പാളികളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ സ്വർണം കുറഞ്ഞതിൻ്റെയും അടക്കം എല്ലാ തെളിവുകളും ഹാജരാക്കുന്നതോടെ പല നേതാക്കളുടെയും അറസ്റ്റും ചോദ്യം ചെയ്യലും വീണ്ടും നടന്നേക്കാം. ഈ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്തുകയാണ്. അതിനിടയിലാണ് നഷ്ടമായ സ്വർണത്തിൻ്റെ ഏകദേശ കണക്കും തുടർ പരിശോധനയുടെ ആവശ്യവും വ്യക്തമാക്കി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മോഷണം ഭരിക്കുന്ന പാർട്ടി നടത്തിയിട്ടുണ്ടാവില്ല. CPM നേതാക്കൾ ശബരിമലയിലെ സ്വർണം കൂട്ടം ചേർന്ന് മോഷ്ടിച്ചപ്പോൾ ഒരു അടൂർ പ്രകാശിനെ കള്ളക്കേസിൽ കുടുക്കി രക്ഷപ്പെടാമെന്നായിരുന്നു പിണറായി വിജയൻ കരുതിയത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും മോഷണ ഇടപാടിനെക്കുറിച്ചും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഇന്നലെ മനസ്സിലായതോടെ ആകെ പണി പാളിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും കൈയൊഴിയുകയാണ് കടകംപള്ളിയെ. മോഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഏത് നിമിഷവും ചോദ്യം ചെയ്യലും കടകംപള്ളിയുടെ അറസ്റ്റും നടക്കാനുള്ള സാധ്യത ആണ് കാണുന്നത്. കൂടുതൽ ഇടപെട്ട് നാണക്കേടാകാൻ ഇതിൽ പിണറായിക്ക് താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി ഒന്നിലേറെ തവണ പോയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ പോയിട്ടുണ്ട് എന്നായിരുന്നു കടകംപള്ളി ആദ്യം മുതലേ ഉന്നയിച്ചു വന്നിരുന്ന വാദം. 2016 മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെ 2017 വീട്ടിലേക്ക് പോയത് എന്നുമാണ് കടകംപള്ളി ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാം പാളിയിരിക്കുന്നു. എത്രയോ തവണ കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും കടകംപള്ളി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതും അസത്യമാണ് എന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ SITക്ക് വ്യക്തമായ മൊഴി തെളിവുകൾ സഹിതം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. 2017 മുതൽ കടകംപള്ളിയുമായി നല്ല ബന്ധമാണെന്നും തൻ്റെ വീട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്നും പോറ്റി മൊഴി നൽകിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും താൻ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പോറ്റിയുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു. പോറ്റിയുടെ വീട്ടിൽ 2 തവണ കടകംപള്ളി വന്നതായി അയൽവാസി വെളിപ്പെടുത്തി കഴിഞ്ഞു. അതായത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പാളികൾ മറിച്ച് വിറ്റ് പുതിയത് സ്ഥാപിച്ചോ എന്ന കാര്യത്തിലെ ദുരൂഹത മാറാതെ നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയ കൊള്ളയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇക്കാര്യം വ്യക്തമായേ മതിയാകുള്ളൂ. അപ്പോഴാണ് പോറ്റിയുടെ പ്രിയപ്പെട്ടവൻ കടകംപള്ളി കൂടുതൽ ഇടപെട്ട തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലെത്തുകയും വേണ്ടി വന്നാൽ അറസ്റ്റുണ്ടാകുമെന്ന സൂചനയും SIT നൽകിയിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ ഉത്തരം വ്യക്തമാകുമെന്നായിരുന്നു SITയുടെ പ്രതീക്ഷ. അതിനാൽ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാനും ആധുനിക സംവിധാനങ്ങളെ മറ്റൊരു ലാബിലേക്ക് അയച്ച് വിശദ പരിശോധന നടത്താനുമാണ് SIT തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും അടൂർ പ്രകാശിനെ വെച്ച് അന്വേഷണത്തിൻ്റെ ഗതി മാറ്റാം എന്ന വലിയ ശ്രമം CPM നടത്തിയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കളി മാറി. ഇനി കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും ഒരുപക്ഷെ അറസ്റ്റും കഴിഞ്ഞേ മറ്റു പരിപാടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത്രയ്ക്കും കടകംപള്ളി ഒറ്റപ്പെടുകയും അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിലും വർത്തമാനത്തിലും ഇന്നലെ കാണുകയും ചെയ്തിട്ടുണ്ട്. തന്നെ രക്ഷിക്കാൻ ഇനി പിണറായിക്കും കഴിയില്ല എന്ന് കടകംപള്ളിയും ഉറപ്പിച്ചു കഴിഞ്ഞു.